സാറേ സാറേ വാതിലോർക്ക് സാറേ വാതിലോർക്ക് സാറേ പിടി സാറേ. എന്താണോ ഈ രാത്രിയിൽ? ആ മജീദും സംഘവും ഇന്ന് രാത്രി റാഗിങ്ങിനുള്ള പരിപാടി ഉണ്ട് കേട്ടാ. ഇവന്മാർക്ക് ഈ റാഗിങ്ങും അടിപൊളിയും ഒക്കെ ഒറ്റ തവണ നടത്തിയ പോരെ. കഴിഞ്ഞ മാസത്തെ കേസും വഴക്കും ഇതുവരെ തീർന്നിട്ടില്ല. സാറേ എനിക്കൊരു ഐഡിയ. നീ ഇന്നാള് പറഞ്ഞ പോലെ എന്നെ കൊലക്ക് കൊടുക്കുന്ന ഐഡിയ വല്ലതും ആണോ? അല്ല, ഇത് മറ്റൊരു പുതിയ ഐഡിയ. പക്ഷേ സാറ് വേറെ കോളേജിലേക്ക് പറഞ്ഞു കൊടുത്താ സാറിന്റെ മൊത്തം ക്രെഡിറ്റ് പോകും. അതിപ്പോ രണ്ടായാലും പോകും. ആ നീ ഐഡിയ പറ. ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് പരീക്ഷിക്കാം. നമ്മളിത് അറിഞ്ഞ സ്ഥിതിക്ക് പോലീസ് കമ്മീഷണർക്ക് നമ്മുടെ ഫോൺ വഴി ഒരു രഹസ്യ വാർത്ത ചോർത്തി കൊടുത്താലോ? താൻ എന്ത് മണ്ടത്തരോടെ ഈ പറയുന്നേ? അന്ന് സാറ് ഏറ്റെടുത്തോ? ഈ സ്പോർട്സ് മാമാർക്ക് എന്തിനും പറ്റിയാലേ നഷ്ടം മുഴുവനും സാറിനാ. നല്ല കോച്ച് എന്നുള്ള പേര് വേണമെങ്കിലേ നല്ല മിടുക്കന്മാരായ പയ്യന്മാര് വേണം. ദ്രോണാചാര്യ അവാർഡ്, പത്മശ്രീ, പത്മഭൂഷൺ ഇതൊക്കെ വേണമെങ്കിലേ ഉടനെ എന്തെങ്കിലും ചെയ്തേ പറ്റൂ. ശരി വാ, നമുക്ക് അങ്ങോട്ട് ഈ ക്രെഡിറ്റ് ഒന്നും എനിക്ക് വേണ്ട. സാർ എടുത്തത് ഞാൻ പറ്റില്ല. അയ്യോ ചവിട്ടി തുറക്കടാ. എന്താടാ വാതിൽ തുറക്കാൻ ഇത്ര താമസം? എന്താടാ നിന്റെ പേര്? ദീപു. എണീക്കടാ. നീ പഠിക്കാനാണോ ഈ കോളേജ് ചേർന്നത്? അതെ. പ്രേം, ഇവനെ ഒന്ന് ശ്രദ്ധിക്കണം. കാരണം ഇവൻ ഭാവിയിൽ വലിയ ആളാവാൻ സാധ്യതയുള്ളവനാ. എവിടാടാ നിങ്ങളുടെ മറ്റവൻ? ആരാ? ആ വരുത്തൻ. പുറത്തു പോയിരിക്കാം. ആ രണ്ടുപേരും ഇറങ്ങ്. എങ്ങോട്ടാ? ഉടനെ വരും, ഒരു 3-4 മണിക്കൂർ കഴിഞ്ഞ്. അയ്യോ, എനിക്ക് ബുക്ക് കംപ്ലീറ്റ് ചെയ്യാനുള്ളതാ. അത് സാരമില്ല. എടാ പ്രിൻസേ, ഇവനെ ഒന്ന് സ്പെഷ്യൽ ട്യൂഷൻ മാസ്റ്റർ വെച്ച് നമുക്കൊന്ന് പഠിപ്പിക്കണം. വലിയ ആളാവേണ്ടവനല്ലേ? അതെ അതെ. വിടിയേട്ടാ. എങ്ങോട്ടാ? ചേട്ടാ എങ്ങോട്ടാ കൊണ്ടുവന്നേ? തള്ളുന്നെന്തിനാ? ഇവിടെ വാടാ. അപ്പുറത്തെ ജോ വരുമ്പോ പറയണം പിറകിലെ റാഗിംഗ് സ്പോട്ടിൽ ഇവന്മാരുണ്ടെന്ന്. അവനവിടെ എത്തിയാലേ ഇവന്മാരെ നേരത്തെ വിടാൻ പറ്റൂ. വാടാ പ്രിൻസേ. നമുക്ക് പ്രിൻസിപ്പലിനെ ഫോൺ ചെയ്ത് അവരെ മജീദും ഗ്രൂപ്പും പിടിച്ചോണ്ടോ വിവരം പറഞ്ഞാലോ? വേണ്ട, അത് പിന്നെ നമുക്ക് കുഴപ്പമാവും. കഴിഞ്ഞ പ്രാവശ്യം അങ്ങനെ പറഞ്ഞതിനാ സുമേഷിന്റെ കൈ തല്ലി ഓടിച്ചത്. വേണ്ട, ആവശ്യമില്ലാത്ത പുലിവാലിന് നമുക്ക് പോകണ്ട. എന്തായാലും ജോയെ വിവരം അറിയിക്കണം. എങ്ങനെ അറിയിക്കാനാ? വാ, പുറത്തെവിടെയെങ്കിലും നിൽക്കുന്നുണ്ടോ നോക്കാം. മറ്റവരിങ്ങോട്ട് വന്ന പ്രശ്നം. വാ. മതിയടാ നിന്റെ ചുറ്റല്. നിന്നോടല്ല, നീ പഠിക്കുന്ന ആളല്ലേ. പഠനം ഇടയ്ക്ക് വെച്ച് നിർത്താൻ പാടില്ല അല്ലേ മജീദ് ഭായ്? അതെ 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 അതെ, അവൻ പഠിക്കട്ടെ. കൂട്ടുകാരാ, നീ സിഗരറ്റ് വലിക്കോ? ഇല്ല. എന്താടാ? ഇല്ല ചേട്ടാ. പോട്ടെ, സ്മോൾ. അതുമില്ല. പാവം. ഇതിന്റെ ഒക്കെ ടേസ്റ്റ് അറിയാതെ നീ പിന്നെ എങ്ങനെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും? ഇവരെ കണ്ട് പഠിക്കണം. എൻട്രൻസിന് 2ഉം 4ഉം റാങ്കുകാരാ. ഇവന്മാര് ക്യാമ്പസിൽ വരുമ്പോൾ മമ്മിയുടെയും ഡാഡിയുടെയും വിരൽ തുമ്പിൽ തൂങ്ങി വന്ന പഞ്ചപാവങ്ങളായിരുന്നു. ജീവിക്കുമ്പോ അടിച്ചു പൊളിച്ച് ജീവിക്കണം. അതുകൊണ്ട് എന്റെ മോൻ ഇതങ്ങ് വാങ്ങി വലി. ബാക്കി പിന്നാലെ വരും. ചുമ്മാ പുറത്തു വെക്കാൻ പാടില്ല. അതൊക്കെ ഇനി മറ്റവന് കൂടെ. അയ്യോ, എനിക്ക് വേണ്ട ചേട്ടാ, ഞാൻ വലിക്കാറില്ല. പെട്ടെന്ന് വലിക്കേ, അല്ലെങ്കിൽ നിന്നെ വിട്ടിട്ട് ഞങ്ങള് 4ആയിട്ട് വലിക്കും. വലിക്കടാ. പേടിക്കണ്ട, ഇത് കിരീടാ. നിനക്കൊക്കെ ചാർത്താനുള്ള കിരീടം. വെക്കടാ കിരീടം. അയ്യോ അയ്യോ, വേണ്ട ചേട്ടാ. മാറ്റൂ. നീ വന്നോ? നിന്നെ തന്നെയാ ഞങ്ങൾ കാത്തിരുന്നത്. അനുപേ, ഹേയ്, ഡോണ്ട് ടച്ച്.
നോക്കി അത് റോക്കിന്റെ ആളാന്ന് തോന്നുന്നു. എന്താ പിള്ളേരെ ഇവിടെ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ജോ, നീ അവന്മാരെ സൂക്ഷിക്കണം. അവന്മാര് മഹാ കുഴപ്പക്കാരാ. എനിക്കാരും പേടിയില്ല. അവൻ ആരും പേടിയൊന്നുമില്ല, നീ പേടിക്കണ്ട. തമാശ. ഇവന്മാരൊക്കെ മുമ്പേ കൈകാര്യം ചെയ്യേണ്ടതായിരുന്നു. ആ സുശീല സാർ വന്നില്ലായിരുന്നെങ്കിലേ കളി മാറിയാനെ. യെസ്, കറക്റ്റ്. എന്തായാലും ആ അടി നടന്നതിന് ശേഷം ഹോസ്റ്റൽ എല്ലാരും നല്ല ത്രില്ലില്ല. ഇവനാ കോളേജിൽ ഇപ്പോഴത്തെ ഹീറോ. ഓ, എന്തായാലും നാളെയും മറ്റന്നാളും ക്ലാസ് ഇല്ല. നമുക്ക് ഹോസ്റ്റൽ വിട്ടൊന്ന് കറങ്ങിയാലോ? എന്താ ദീപു? അത് കൊള്ളാം. അയ്യോ, നമ്മളെ ബി കെ വിടും തോന്നുന്നില്ല. അവരോട് പോയി പണി നോക്കാൻ പറ. എന്താ അല്ലെങ്കിൽ തന്നെ എവിടെ പോവാനാ? മൂന്നാർ. കഴിഞ്ഞ തവണ മൂന്നാറിലല്ലേ പോയത്? ഇത്തവണ നമുക്കൊരു ചേഞ്ച് ആയാലോ? എങ്ങോട്ട്? എന്റെ നാട്ടിലേക്ക്. ഓക്കേ. കൂടെ ആരൊക്കെയാമേ? യെസ്, വെൽക്കം ടു മൈ ഹോം. ഇതാണ് എന്റെ വീട്. എല്ലാരും വരൂ. അമ്മച്ചി. മോളെ ഗൗതം, ഇതാണ് എന്റെ അമ്മച്ചി. നമസ്കാരം. ഇത് പെങ്ങൾ. അമ്മച്ചി, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാ. ഇത് ഗൗതം, ഹരി, സിനി. ഇതമ്മച്ചി, ഇത് ഐശ്വര്യ. ഞങ്ങൾക്ക് ഇന്ന് അവധി അമ്മച്ചി. അപ്പൊ ജോടെ നാടും വീടൊക്കെ ഒന്ന് കണ്ടിട്ട് പോവാന്ന് കരുതി. വാ മക്കളെ, അകത്തോട്ട് കയറിയിരിക്കാം. അമ്മച്ചി ആദ്യം നല്ല കപ്പയും മീൻകറി ഉണ്ടാക്കി. അപ്പോഴേക്കും ഞങ്ങൾ സ്ഥലമൊക്കെ കണ്ടുവച്ചും വരാം, എന്നിട്ട് വിട്ടില്ല. ഓക്കെ ഈ ബാഗ് അമ്മച്ചി, പോയിട്ട് വരാം. ചെല്ലു മോനെ. വാ വാ, എല്ലാരും വാ. പോയിട്ട് വരാം. വാടി. പഠിക്കാനുള്ള സ്ഥലം സ്ലിപ്പാവും. ജോ, നീ ഇറങ്ങുന്നില്ലടാ. ഏയ് ഐശ്വര്യ, അവിടെ ഇറങ്ങില്ല. അവിടെ പ്രശ്നമുള്ള സ്ഥലാ. ഐശ്വര്യ, ജോ പറഞ്ഞു കേട്ടില്ലേ? അങ്ങോട്ട് ഇറങ്ങണ്ട. ഇപ്പൊ അങ്ങ് മുകളിൽ മഴ പെയ്താലേ പെട്ടെന്നായിരിക്കും ഒഴുക്ക്. സൂക്ഷിക്കണം. സിനി, സിനി.